ഓഫ് എടാ, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് 8ാം ക്ലാസ്സിൽ തോന്നിയ ചാപ്റ്റർ ഏതാണ്? അതേതാന്ന് ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ശരിക്കും ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് അറിയോ? 8ാം ക്ലാസ്സിൽ റേഷ്യോ ആണ്. നിങ്ങൾക്ക് 2ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ റേഷ്യോ എന്ന് ചോദിക്കുന്നത്. എന്നാലോ വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനേ നിങ്ങൾക്ക് ചോദിക്കുകയുള്ളൂ. ഒരു ചതുരത്തിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും, ഒരു ത്രികോണത്തിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാവും. അത് മാത്രമേ നിങ്ങൾക്ക് എന്തിനുണ്ടാവുള്ളൂ? നമ്മുടെ എക്സാമിന് വരുള്ളൂ. അപ്പൊ അതെന്താന്നുള്ളത് മിസ് അടിപൊളിയായിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, അതിന്റെ മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന്റെ കൂടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ദെൻ നമ്മളെ റേഷ്യോന്റെ ക്വസ്റ്റ്യൻസിൽ ത്രികോണത്തിന്റെ ക്വസ്റ്റ്യൻ ഇതുപോലെയാണ് വരിക. ദ പെരിമീറ്റർ ഓഫ് എ ട്രയാംഗിൾ ഇസ് 36 cm ആൻഡ് ദ സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 2:3:4. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്. ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് എത്രയാണ്? 36 സെന്റിമീറ്റർ ആണ്. അതിന്റെ വശങ്ങൾ 2:3:4 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ വശങ്ങളുടെ നീളം കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഹിന്റുകൾ എന്തൊക്കെയാണ്? ഇതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താടാ? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് 36 ആണ്. ഓക്കെ, വശങ്ങൾ എന്ന് പറയുന്നത് സൈഡ്സ് എന്താണ്? സൈഡ്സ് എന്ന് പറയുന്നത് 2:3:4 അംശബന്ധത്തിലാന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു വശം 2 ആണ്, ഒരു വശം 3 ആണ്, ഒരു വശം 4 ആണ് എന്നാണോ ഇതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. എന്തായിരിക്കും? ഈ വശങ്ങളൊക്കെ എന്താണ്? നമ്മളുടെ ഏതോ എക്സിന്റെ മൾട്ടിപ്പിൾ ആണ്. അതായത് വശം എന്താക്കി എടുക്കുക? കൂടുതലൊന്നും ആലോചിക്കാനില്ല. നമ്മൾ വശം 2 ആണ് ഇതെന്ന് വെച്ചാൽ 2x എടുക്കുക. രണ്ടാമത്തെ വശം എന്തായിരിക്കും? 3 ആണെങ്കിൽ 3x എന്ന് എടുക്കുക, 4 ആണെങ്കിൽ 4x എന്ന് എടുക്കുക. ഓക്കെ, വശങ്ങൾ 2:3:4 എന്നാണെങ്കിൽ ഒരിക്കലും അതിന്റെ അർത്ഥം ഒരു വശം 2, ഒരു വശം 3, ഒരു വശം 4 എന്നല്ല. എന്താണ്? ഒന്ന് 2x ആണ്, ഒന്ന് 3x ആണ്, ഒന്ന് 4x ആണ്. സിംപ്ലി. ദെൻ അടുത്ത് പെരിമീറ്റർ 36 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സൈഡ് പ്ലസ് സൈഡ് പ്ലസ് സൈഡ് ആണ് അല്ലെ. 3 സൈഡും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? പെരിമീറ്റർ കിട്ടുക. അത് എത്രയാണെന്നാ പറഞ്ഞത്? 36 ആണ് എന്നാ പറഞ്ഞത്. നമുക്കറിയാം സൈഡ് എത്രയൊക്കെയാണ്? ഒന്ന് 2x ആണ്, ഒന്ന് 3x ആണ്, ഒന്ന് 4x ആണ് അല്ലെ. അതായത് ഒന്ന് 2x, രണ്ടാമത്തത് 3x, അടുത്തത് 4x. ഇവന്മാരെ 3 കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നാ പറഞ്ഞത്? 36 കിട്ടുന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ശരിക്കും ഫൈൻഡ് ചെയ്യുന്നതെന്ന് അറിയോ? ഈ എക്സ് ആരാന്ന് ഫൈൻഡ് ചെയ്താൽ 2x എത്രാന്ന് കണ്ടുപിടിക്കാൻ പറ്റും, 3x എത്രാന്ന് കണ്ടുപിടിക്കാൻ പറ്റും, 4x എത്രാന്നും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ മിസ് എന്താ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്? എക്സ് എത്രയാന്നാണ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. അത് ഫൈൻഡ് ചെയ്യാന്, അത് കണ്ടുപിടിക്കാന് നിങ്ങൾക്ക് തന്ന ക്ലൂ ആണ് എന്ത്? പെരിമീറ്റർ ഓഫ് എ ട്രയാംഗിൾ ഇസ് 36 എന്നുള്ളത്. എക്സ് കണ്ടുപിടിച്ച് നോക്കാം അല്ലെ. യെസ്. അപ്പൊ 2x പ്ലസ് 3x പ്ലസ് 4x എന്താണ്? എക്സ് മിസ് ചക്കാക്കി എടുത്തു. ചക്കാണല്ലോ, ചക്കയും മാക്സിമം തമ്മിൽ ഭയങ്കര ബന്ധത്തിലല്ലേ. അപ്പൊ എക്സ് ചക്കാണെങ്കിൽ 2 ചക്ക പ്ലസ് 3 ചക്ക പ്ലസ് 4 ചക്ക എന്താണ്? 9 ചക്ക ഉണ്ടാവും. അതായത് 9x അല്ലെ. 9x എന്ന് പറയുന്നത് 36 ആണ്. അങ്ങനെയെങ്കിൽ എക്സ് എത്രയാടാ വരിക? 36 ഗുണിക്കണം 9 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 9. അതായത് എത്രയാണ്? എക്സ് 4 ആണ്. ഓക്കെ, എക്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി എന്തോ പണിയുണ്ടോ? നമുക്ക് പറഞ്ഞ എന്താണ്? ഈ സൈഡ്സ് എത്രയാണെന്നാ ചോദിച്ചത്. സൈഡ്സ് എന്തായിരിക്കും? 2x എന്ന് പറയുമ്പം 2 × 4 എത്രയാണ്? 8 ആണ്. 3x 3 × 4 4 1 4 4 2 4 8 3 4 12. ഇനി 4x 4 × 4 16. ഇനി വെറുതെ നിങ്ങളൊന്ന് കൂട്ടി വെക്ക്. ഈ 3 എണ്ണവും കൂടെ കൂട്ടുമ്പോൾ ചുറ്റളവ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? 8 + 12 + 16 എത്രയാണ്? 36 ആണ് ആൻസർ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്മളുടെ റെക്ടാംഗിളിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 48 സെന്റിമീറ്റർ ആണ്. ദ റേഷ്യോ ബിറ്റ്വീൻ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് 5:3 ആണ്. ആൻഡ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇഫ് ദ ബ്രെഡ്ത്ത് is increased by 1 then find the ratio between the length and breadth. അപ്പൊ എന്തൊക്കെയാ ഉള്ളത്? ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാടാ? 48 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണ്? 5:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. അതുപോലെ നീളം പ്ലസ് വീതി എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. നീളവും വീതിയും എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ വീതി ഒന്ന് കൂടിയാൽ ഇവ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? സിമ്പിൾ കാര്യമാണ്. എടാ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ഇതിൽ നിന്ന് കിട്ടാൻ പോവാണ്. 4+ മാർക്ക് ഉറപ്പാണെടാ നിങ്ങൾക്ക് ഇതിൽ നിന്നും. ഷുവർ ആണ്. അപ്പൊ അടിപൊളിയായി നോക്കി വെച്ചോ. എന്തായിരിക്കും? നമുക്ക് എന്താ തന്നത്? ലെങ്ത്തും ബ്രെഡ്ത്തും ഏത് അംശബന്ധത്തിലാണ്? ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ഏത് അംശബന്ധത്തിലാണ്? 5:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ്. അപ്പൊ ലെങ്ത് 5ഉം ബ്രെഡ്ത്ത് 3ഉം ആണെന്നാണോ? അല്ല അല്ലെ. എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5x ആയിരിക്കും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്
3x ആയിരിക്കും അല്ലെ. ഒന്ന് 5x ആണ്, ഒന്ന് 3x ആണ്. നമ്മൾ അത് എഴുതി വെച്ചു. ഇനി എന്താ നമുക്ക് കാണേണ്ട? നീളം പ്ലസ് വീതി എന്താന്ന് കാണണം അല്ലെ. ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതൊക്കെ കാണാനുള്ള ഹിന്റ് ക്ലൂ ഏതാണ്? ക്ലൂ എന്ന് പറയുന്നത് പെരിമീറ്റർ 48 എന്നുള്ളതാണടാ നമ്മളുടെ ക്ലൂ. ഓക്കെ, പെരിമീറ്റർ 48. നോക്ക്, പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇവർ പറഞ്ഞത്? 48. എങ്ങനെയാടാ പെരിമീറ്റർ കാണാ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ. ഏത് ചതുരം എടുത്തു കഴിഞ്ഞാലും അതിന്റെ പെരിമീറ്റർ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അതായത് എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആരാന്നാ പറഞ്ഞത്? 48 ആണ്. അങ്ങനെയെങ്കിൽ മക്കൾ പറഞ്ഞ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കടാ? ഈ 2 അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. 48 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 24. സിമ്പിൾ. ഒന്നാമത്തെ ആൻസർ കിട്ടി. എന്താണ് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്? 24 ആണ് എന്നാ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തതാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത എന്താ ചോദിച്ചത്? ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയെന്ന് നമുക്കറിയാം. എന്താ നമുക്ക് അറിയുന്ന കാര്യം? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 24 കിട്ടും എന്നറിയാം അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ നമ്മൾ ആദ്യം കണ്ടുവെച്ചത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 24 കിട്ടും എന്ന് കണ്ടുപിടിച്ചു. ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്? നമ്മൾ കണ്ടിട്ടുണ്ട്. ലെങ്ത് എന്ന് പറയുന്നത് 5x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3x ആണ് അല്ലെ. അതായത് 5x പ്ലസ് 3x എന്താടാ? 24 ആണ്. അങ്ങനെയെങ്കിൽ 5x ഉം 3x ഉം 5 ചക്കയും 3 ചക്കയും കൂടെ കൂട്ടിയാൽ 8 ചക്ക ഉണ്ടാവും നമ്മളെ കയ്യിൽ. അതായത് 8x എന്ന് പറയുന്നത് 24. ദാറ്റ്സ് ഈക്വൽ ടു x എന്ന് പറയുന്നത് എന്താടാ? 24/8. എത്ര 8 ആണ്? 24. 1 8 2 8 16 3 8 24 അല്ലെ. അതായത് 3 ആയിരിക്കും x. അങ്ങനെയെങ്കിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും പറയില്ലേ? എന്തായിരിക്കും ലെങ്ത്തും ബ്രെഡ്ത്തും? ഒന്ന് പറഞ്ഞു നോക്കിയേ. 5x ആണ് അല്ലെ. അതായത് x നമ്മൾ 3 ആണ് എന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയെങ്കിൽ 5x എന്ന് പറഞ്ഞാൽ 3 × 5 15 ആണ്. 3x എന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ്. അങ്ങനെയെങ്കിൽ 15ഉം 9ഉം ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 24 കിട്ടുന്നുണ്ടോ? നോക്കി 15ഉം 9ഉം കൂട്ടിയാൽ എത്രയാണ്? 24 ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? അത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, അതായത് നമുക്കറിയാം ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണ്? ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാടാ? 9 ആണ്. അപ്പൊ നമ്മളോട് പറയാം ബ്രെഡ്ത്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1, അതായത് 1 കൂടി, അതായത് 10 ആയി അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന്? എന്തായിരിക്കും അംശബന്ധം? അംശബന്ധം എന്ന് പറയുന്നത് ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് 15:10 ആയിരിക്കും അല്ലെ. 15:10 ആണ്. പക്ഷേ റേഷ്യോന്റെ പ്രത്യേകത എന്താണ്? റേഷ്യോ ഏറ്റവും ചെറിയ ഫോമിലാണ് എഴുതുക അല്ലെ. റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? ഏറ്റവും കുഞ്ഞു ഫോമിലായിരിക്കും എഴുതുക. 15നെയും 10നെയും ഏതുകൊണ്ടാണ് നമുക്ക് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? യെസ്, ഏതാണ്? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതുപോലെ 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ്, 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആണ്. എത്രയാണ് ആൻസർ? 3:2 ആണ്. ഓക്കെ, ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്തോ ആനക്കാരിയാണെന്ന് വിചാരിച്ചു അല്ലേ. പക്ഷെ നമുക്ക് സിമ്പിൾ ആണ് സംഭവം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തോ. അതിന്റെ മുന്നേ ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടേ? നോട്ട്സ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മളുടെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിലുണ്ടാവും ഇതിന്റെ എല്ലാത്തിൻ്റെയും നോട്ട്സ്. ഓക്കെ, ദെൻ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. The sides of a rectangle are in the ratio 2:3. റെക്ടാങ്കിളിന്റെ റേഷ്യോ എന്താണ്? സൈഡ്സിന്റെ റേഷ്യോ 2:3 ആണ്. If the breadth is 2x, what is the length? ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞ എന്താണ്? ഇവരുടെ ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്താണ്? ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2:3 ആണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് 2x ആണ് ബ്രെഡ്ത്ത് എങ്കിൽ 2x ബ്രെഡ്ത്ത്. ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലാണ് അല്ലെ ഇവിടെ. യെസ്, ബ്രെഡ്ത്തും ലെങ്ത്തും തമ്മിലാണ് റേഷ്യോ തന്നിട്ടുള്ളത്. എന്നാൽ നമ്മളോട് പറയാണ് 2x ആണ് ബ്രെഡ്ത്ത്, അതായത് ഇതെന്താണ്? 2x ആണ് ബ്രെഡ്ത്ത് എങ്കിൽ ലെങ്ത്ത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ബ്രെഡ്ത്തും ലെങ്ത്തും 2:3 ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ്. ആൻഡ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 3x ആയിരിക്കും. ഓക്കെ, 3x ആയിരിക്കും. സിമ്പിൾ. ഈ എക്സ് തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ. വൈയും സെഡും എയും ബിയും സിയും ഡിയും ഒക്കെ എടുക്കാം. പിന്നെ എക്സ് നമ്മൾ ഒരു കൂടപ്പറപ്പനെ പോലാണല്ലോ, അതുകൊണ്ട് ഞാൻ എക്സ് എടുത്തുള്ളൂ. ഓക്കെ, യെസ്. അടുത്ത നോക്ക്. ഇഫ് ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കിൾ ഈസ് 40 സെന്റിമീറ്റർ. ഇതിന്റെ പെരിമീറ്റർ, അതായത് എന്താണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലെ. അത് എത്രയാണെന്നാ പറഞ്ഞത്? 40 ആണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നത്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അല്ലെങ്കിൽ 2നെ ആദ്യം തന്നെ നമുക്ക് ഇങ്ങോട്ട്
കൊണ്ടുപോകാം. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്താണ്, രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 40/2 ആയിരിക്കും. ദാറ്റ്സ് ഈക്വൽ ടു 20 ആയിരിക്കും. ഇനി ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഓൾറെഡി ആദ്യം കണ്ടുവച്ചതാ. എത്രയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും? 2x-ഉം 3x-ഉം അല്ലെ. അതായത് 2x-ഉം 3x-ഉം കൂട്ടിയാൽ എത്ര കിട്ടുന്നാ പറഞ്ഞത്? 20. യെസ്, 20 കിട്ടുന്നാ പറഞ്ഞത് അല്ലെ. അതായത് 2 ചക്കയും 3 ചക്കയും കൂട്ടിയാൽ 5 ചക്ക ഉണ്ടാവും അല്ലെ. 5x എന്ന് പറയുന്നത് 20 ആണ്. അങ്ങനെയെങ്കിൽ x എത്രയായിരിക്കും? 20/5 4 ആയിരിക്കും. അങ്ങനെയെങ്കിൽ ലെങ്ത് എത്ര, ബ്രെഡ്ത്ത് എത്ര? നിങ്ങൾ ചെയ്യില്ലേ? എത്രയാന്ന് നോക്കിയിട്ട് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. സെറ്റ്. ദെൻ ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടേ? അതിന് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.